ആർക്കും വിശ്വസിക്കാനാവില്ല. യമുനയിൽ നിന്ന് ഇങ്ങനെ ഒരു പെരുമാറ്റം, ഒരു സഹായം നമ്മളാരും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചതല്ലോ. പക്ഷെ വിശാല് പറഞ്ഞത് വസ്തു വാങ്ങുന്നത് വേറെ ആരും ആണെന്നല്ലേ? ഒരു കാനഡക്കാരൻ. പക്ഷെ അതാരാണെന്ന് വിശാലിന് പോലും അറിഞ്ഞൂടാ. സത്യം വിദഗ്ധമായിട്ട് അവൻ ഒളിപ്പിക്കുകയായിരുന്നു. അപ്പോ അവര് രണ്ടാളും കൂടി ആലോചിച്ചാണിത് ചെയ്തത്. അതെ. യമുന സിനിമാ നടിയും വിശാല് സിനിമാ വാരികയുടെ റിപ്പോർട്ടറും. അവര് തമ്മിൽ കോണ്ടാക്ട് ഉണ്ടാകുക സ്വാഭാവികം. അപ്പോ പ്രസാദിന്റെ ക്രൈസിസിനെ പറ്റി വിശാല് യമുനയോട് പറഞ്ഞിട്ടുണ്ടാവും. എന്തു പറ്റി നിനക്ക്? എന്നാലും ആ സഹായം പ്രസാദിന് സ്വീകരിക്കേണ്ടി വന്നല്ലോ. അത് വേണ്ടായിരുന്നു. അവസാനിച്ചൊഴിഞ്ഞുപോയ ബന്ധങ്ങൾ പിന്നെ ആരംഭിക്കാൻ അത് ഇടയാക്കിയാൽ? ഏയ്, അങ്ങനെ ഒന്നും സംഭവിക്കില്ല. കാരണം യമുന ഇപ്പൊ പഴയ യമുനയല്ല, പ്രസാദ് പഴയ പ്രസാദും അല്ല. ഇനി അഥവാ അങ്ങനൊരു ബന്ധം വീണ്ടും ഉരുത്തിരിയുകയാണെങ്കിൽ അതായിരിക്കും ദൈവനിശ്ചയം. ഇതുവരെ സംഭവിച്ചതൊന്നും നീയോ ഞാനോ ആഗ്രഹിച്ചതല്ലോ. എന്ന് കരുതി ഒരു സിനിമാ നടി പ്രസാദിന്റെ ജീവിതത്തിലേക്ക് വരേണ്ട കാര്യമില്ല. രമേശ് ചേട്ടൻ പറഞ്ഞതുപോലെ യമുന ഇപ്പൊ പഴയ യമുനയല്ല. അവളുടെ ലോകവും ശീലങ്ങളും രീതികളും വേറെയാ. അവളുടെ പുരുഷനെ ആ ലോകത്തുനിന്ന് തന്നെ അവള് കണ്ടുപിടിച്ചോട്ടെ. പക്ഷേ യമുനയുടെ ജീവിതം അങ്ങനെ മാറിപ്പോകാൻ പ്രസാദും കാരണക്കാരനല്ലേ പാറു? നമ്മൾ ഓരോരുത്തരും കാരണക്കാരല്ലേ? ആ നിലയ്ക്ക് നമുക്ക് കൈകഴുകി മാറാൻ സാധിക്കുമോ? എന്ത് ന്യായവാദം നിരത്തിയാലും യമുന പ്രസാദിനോട് അടുക്കാൻ പാടില്ല രമേശ് ചേട്ടാ. അത് ആപത്താണ്. അപ്പൊ വസ്തു ബ്രോക്കറുടെ ജോലി കഴിഞ്ഞു. എത്ര കിട്ടി ബ്രോക്കർ ഫീ? വാങ്ങുന്നവന്റെയും വിൽക്കുന്നവന്റെയും കയ്യിൽ നിന്ന് കിട്ടുമല്ലോ. കിട്ടിയെന്നാ? ക്യാഷായിട്ടല്ല, മനസ്സമാധാനായിട്ട്, സന്തോഷമായിട്ട്. മരിച്ചങ്ങ് മോളിച്ചില്ലുമ്പോ തമ്പുരാനോട് പറഞ്ഞു നിൽക്കാൻ ഒരു നല്ല കാര്യങ്ങളായി. അത്ര ചാരിതാർത്ഥ്യം ഉണ്ടെന്നാ പ്രസാദ് സാറിന് വേണ്ടി ഇത്രയെങ്കിലും ചെയ്യാൻ എനിക്ക് കഴിഞ്ഞല്ലോ. യമുനയാണ് ഈ വസ്തു കച്ചവടത്തിലെ കഥാനായിക എന്നറിഞ്ഞപ്പോ പ്രസാദ് സാർ നടുങ്ങിപ്പോയി കാണും. പ്രസാദ് സാറ് മാത്രമല്ല, എല്ലാരും. എനിക്ക് തോന്നുന്നത് യമുനയ്ക്ക് ഇപ്പോഴും പ്രസാദ് സാറിനോട് ആ പഴയ ഫാസിനേഷൻ ഉണ്ടെന്നാ. ഇല്ലെങ്കിൽ പിന്നെ ഇങ്ങനൊന്നും തയ്യാറാവില്ലല്ലോ. ഏയ്, ഫാസിനേഷൻ എന്നല്ല പറയേണ്ടത്, അനുകമ്പെന്നാ. ഒരു നല്ല മനുഷ്യന്റെ തകർച്ചയിലുണ്ടായ അനുകമ്പ. അനുകമ്പയൊക്കെ ഓക്കെ, പക്ഷേ കുറച്ച് കഴിയുമ്പോ അനുകമ്പയുടെ നിറം മാറരുത്. അനുകമ്പയ്ക്കും അവിഹിതമായ പ്രേമത്തിനുമിടയിൽ ഒരേ ഒരു നേർത്ത അതിർവരമ്പേ ഉള്ളൂ എന്ന് നീ മനസ്സിലാക്കണം. ആ വരമ്പില്ലാതാകാൻ നീ ഒരു മാധ്യമമാകരുത്. പിന്നെ ഞാനിതെല്ലാം പറയുന്നത് വേറൊന്നും കൊണ്ടല്ല. ഒന്നിക്കേണ്ടത് സുമിത്രയും പ്രസാദ് സാറുമാണ്, അല്ലാതെ യമുനയും പ്രസാദ് സാറും അല്ല. എനിക്കതറിയാൻ മണിയണ്ണ. പിന്നെ നമ്മൾ ഉത്കണ്ഠപ്പെടുന്ന പോലെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം പഴയ വീഴ്ചകളിലേക്ക് വീണ്ടും വീഴാൻ യമുന തയ്യാറാവില്ല, പ്രസാദ് സാർ ഒട്ടും തയ്യാറാവില്ല. സാറിന്റെ മനസ്സിലിപ്പോ ഒരാൾ മാത്രമേ ഉള്ളൂ, സുമിത്ര. അതെനിക്ക് ഉറപ്പാ. എന്നാ നല്ലത്. എന്തായാലും യമുന ചെയ്ത ഈ ഹെൽപ്പിന്റെ കാര്യം ശങ്കർജി സാറിനെ ഒന്ന് അറിയിക്കണം. എന്തിനാ അത് അദ്ദേഹത്തെ അറിയിക്കുന്നത്? വേണോണ്ണ, യമുനയ്ക്ക് ഇപ്പൊ ഇതിനൊക്കെ കഴിയുന്നുണ്ടെന്ന് അറിയുമ്പോ അവളെ തള്ളിപ്പറഞ്ഞ ആ മനസ്സ് സന്തോഷിക്കേ ഉള്ളടാ. മക്കളെ എത്ര ശത്രുക്കളായാലും അവര് നന്നാവുന്നുണ്ടെന്ന് കണ്ടാൽ ഏത് അച്ഛനമ്മമാരായാലും സന്തോഷിക്കും. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ജാതക കൈമാറ്റത്തിന്റെ കൂടെ മോതിര മാറ്റവും കൂടി ആയാലോ? രണ്ടും ഒന്നിച്ചായിക്കോട്ടെ. എന്താ ചേട്ടൻ്റെ അഭിപ്രായം? അങ്ങനെ ആയിക്കോട്ടെ, എനിക്ക് സമ്മതം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മോതിരം മാറ്റം കൂടി നടത്തുന്നത് എന്തുകൊണ്ട് നല്ലതാ. പക്ഷെ അച്ഛാ, മോതിരം മാറ്റത്തിന്റെ ആവശ്യമുണ്ടോ? എന്തെങ്കിലും ഒരു ചടങ്ങ്
അതുപോരെ. എന്തെങ്കിലും ഒരു ചടങ്ങോ? അതെന്താ അത്? എന്താ ചേട്ടാ ഇവളീ പറയുന്നത്? മോളെ, ദിലീപ് ഗൾഫിലേക്ക് പോയി കഴിഞ്ഞാ പിന്നെ അടുത്ത വരവിനല്ലേ ഉള്ളൂ വിവാഹം. അതുവരെ അയാൾക്ക് എത്രയും നല്ലൊരു ഉറപ്പ് കൊടുക്കേണ്ടത് നമ്മുടെ കടമയാ. എന്താ ചേട്ടാ? ശരിയാണ് കൃഷ്ണൻ പറഞ്ഞത്. ദിലീപിനോട് നമ്മൾ നീതി ചെയ്യണം. അതെ, അത്ര മാന്യനാണ് അയാൾ. വിരലിലൊരു മോതിരയിട്ടുന്ന് വെച്ച് എല്ലാം ആയിന്നല്ല. എന്നാലും അങ്ങ് ദൂരെ അന്യനാട്ടിൽ കഴിയുമ്പോൾ മനസ്സിൽ പല ടെൻഷനും തോന്നും, ഉത്കണ്ഠ ഉണ്ടാവും. നിശ്ചയം കഴിഞ്ഞിട്ടാണ് പോകുന്നതെങ്കിൽ അത് അയാൾക്കൊരു വലിയ ഉറപ്പായിരിക്കും, ആശ്വാസമായിരിക്കും. അതാണ് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത്. അതുകൊണ്ട് അടുത്ത കൗൺസിലിങ്ങിന് മുമ്പ് തന്നെ നമുക്ക് മോതിരമാറ്റം നടത്തി വെക്കണം. ഉം. ദാ മോളെ. എന്നാലേ ചേട്ടൻ ഉടനെ തന്നെ ദിവസം കുറിക്കണം. ഒന്നും വച്ച് താമസിപ്പിക്കണ്ട. ദിലീപിനോട് പറയണ്ടേ ഇക്കാര്യം? പിന്നെ വേണം. ആ, ഇപ്പൊ തന്നെ വിളിച്ചു പറഞ്ഞേക്ക്. ആ. ഹലോ. ആ ദിലീപ, ഞാനാ. ശങ്കർജി സാറോ? എന്താ സാർ? പിന്നെ സുമിത്രയുടെ അമ്മാവൻ വന്നിട്ടുണ്ട്. അദ്ദേഹം ഒരു സജഷൻ പറഞ്ഞു. കേട്ടപ്പോ അത് നല്ലതാണെന്ന് എനിക്കും തോന്നി. എന്താ സാർ? അല്ല, ദിലീപിനോടനെ തിരിച്ചു പോകണമല്ലോ. കല്യാണം അടുത്ത വരവിനല്ലേ നടക്കൂ. അതുകൊണ്ട് ഒരു മോതിരം മാറ്റം കൂടി നടത്തിയാലോ എന്ന്. അത് നടന്നില്ലെങ്കിലും പ്രശ്നമൊന്നും ഉണ്ടായിട്ടല്ല. പിന്നെന്തിനാണെന്ന് ചോദിച്ചാൽ ആവശ്യമില്ലാത്തൊരു ആകാംക്ഷ ഒഴിവാകുമല്ലോ, ഒരു ഉറപ്പ് കിട്ടുമല്ലോ. എന്താ ദിലീപിന്റെ അഭിപ്രായം? അങ്ങനെ ആയിക്കോട്ടെ സാർ. തീയതി കുറിച്ചിട്ട് വിവരം അറിയിച്ചാൽ മതി. ശരി ശരി സാർ. എന്താടാ? ശങ്കർജി സാറാണ്. എന്തേ? ഞാൻ തിരിച്ചു പോകും മുമ്പ് നിശ്ചയം നടത്തി വെക്കണമെന്ന് പറഞ്ഞു. ആണോ? നന്നായി, നല്ല കാര്യം. ഡേറ്റ് തീരുമാനിച്ചിട്ട് അറിയിക്കാൻ ഞാൻ സാറിനോട് പറഞ്ഞിട്ടുണ്ട്. ആ, അങ്ങനെ കാര്യങ്ങൾക്കൊക്കെ ഒരു വ്യവസ്ഥ ഉണ്ടാവട്ടെ. ദേ, നിന്റെ ചേച്ചിമാര് വിവരങ്ങളൊന്നും അറിയാതിരിക്കുക. വിളിച്ച് ഈ സന്തോഷവർത്താനം പറയേ. പറയാമേ. അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ എന്ന ചാഞ്ചാട്ടത്തിന് ഒരറുതിയായല്ലോ. ഈശ്വര. അപ്പോൾ രണ്ടുപേരും കേസ് സെറ്റിൽ ചെയ്യാൻ തീരുമാനിച്ച സ്ഥിതിക്ക് മ്യൂച്വൽ അഗ്രിമെന്റിൽ ഒപ്പുവെക്കാമല്ലോ, അല്ലേ? അതിനു മുമ്പ് ഞങ്ങൾ ചെയ്യേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. പ്രസാദേ, ആ DD അങ്ങോട്ട് കൊടുക്ക്. ഇനി ഒപ്പുവെക്കാലോ? ഓഫ് കോഴ്സ്. എവിടെയാണ് സൈൻ ചെയ്യേണ്ടത്? ദാ ഇവിടെ. ആ, അങ്ങനെ മ്യൂച്വൽ അഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിൽ കേസ് കമ്പനി വിഡ്രോ ചെയ്തിരിക്കുന്നു. അതെ, നിർഭാഗ്യവശാൽ കമ്പനിയും പ്രസാദും തമ്മിലുണ്ടായ ഒരു ഫ്രിക്ഷൻ അത് അവസാനിച്ചിരിക്കുന്നു എന്നർത്ഥം, അല്ലേ വക്കീലേ? അതെ അതെ, അങ്ങനെ എന്റെ കക്ഷി നഷ്ടപരിഹാര കേസിൽ നിന്നും പൂർണ്ണമായി ഒഴിവായി. സന്തോഷം. ഇത് കാരണം കമ്പനിക്ക് പ്രസാദിനോട് എന്തെങ്കിലും ഗ്രഡ്ജ് ഉണ്ടെന്ന് വിചാരിക്കരുത്. പ്രസാദിന് കമ്പനിയോടും അത് പാടില്ല. കമ്പനിയെ ഒരിക്കലും ഞാൻ കുറ്റപ്പെടുത്തില്ല സാർ. കമ്പനിക്ക് ഞാൻ നഷ്ടം വരുത്തി. അതാ ഞാനിപ്പോൾ തിരിച്ചു തന്നത്. ഇപ്പോൾ എൻ്റെ മനസ്സ് ശാന്തമാണ്. എൻ്റെ മനസ്സും. പക്ഷെ ഇങ്ങനെ ഒരു ഹാപ്പി എൻഡിലേക്ക് എത്തിച്ച ഈ വക്കീലന്മാരെ മനസ്സുകൂടി ഒന്ന് ശാന്തമാക്കണ്ടേ സാർ? ആ, വക്കീൽ ഫീസിന്റെ കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓ, തീർച്ചയായും അവർക്കുള്ളത് കൊടുത്തേക്കൂ. സോ ദ ഹെഡേക്ക് ഈസ് ഓവർ. പ്രസാദ്. ശരി സാർ. ഓക്കെ സാർ.
എന്നാ നമുക്ക് ഉറങ്ങാം. ആ വരട്ടെ സാർ. ശരി എന്നാ. ശരി. വരട്ടെ സ്വാമി. ആയിക്കോട്ടെ. ശരി സാർ. ഓ ആ അല്പം കൂടി നേരത്തെ വന്നിരുന്നെങ്കിൽ രണ്ടാൾക്കും ഒരു നല്ല കാര്യത്തിന് സാക്ഷികളാകാമായിരുന്നു. ഞങ്ങൾ വീട്ടിൽ പോയിട്ടാ വരുന്നത്. എന്തായി? കേസ് സെറ്റിലായി. നല്ല കാര്യം. ഞങ്ങൾക്ക് അങ്ങോട്ട് തരാനുള്ളതും ഒരു നല്ല വാർത്തയാ. 3 ബിൽഡിങ്സിന്റെ വർക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു തുടക്കമെന്ന നിലയ്ക്ക് അതൊരു നേട്ടമല്ലേ? തീർച്ചയായും. ആ, ഇതാണ് സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തിയതിന്റെ രേഖ. ഇത് വെച്ചുകൊണ്ട് പ്ലാൻ വരയ്ക്കണം. കസ്റ്റമേഴ്സിനെ വീട്ടിലേക്ക് കൊണ്ടുവരാം. വസ്തുവിന്റെ കിടപ്പനുസരിച്ച് പ്ലാൻ തയ്യാറാക്കുമ്പോൾ അവരുടെ സജഷൻസും കേൾക്കാമല്ലോ. യെസ്. പക്ഷേ ഇതിനൊക്കെ മുമ്പ് ശരിയാക്കേണ്ട ഒരു പ്രധാന സംഗതിയുണ്ട്. ആ സംഗതിയെ പറ്റി നീ ആലോചിച്ച് വിഷമിക്കണ്ട. ഇനിഷ്യൽ സ്റ്റേജിനുള്ള പണത്തിന്റെ കാര്യമല്ലേ, അത് ബാലമാമ തരും. ബാലമാമ നന്ദി വാചകം പറയാൻ പ്രത്യേകം മീറ്റിംഗ് വിളിക്കുന്നുണ്ട്. അപ്പ പറഞ്ഞാൽ മതി. ഈ സഹായം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. നിങ്ങൾ ചെയ്യേണ്ടത് മത്സരബുദ്ധിയോടെ വ്യക്തമായ ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കുക. അതെ, കാര്യങ്ങൾ ഫാസ്റ്റായി തുടങ്ങണം. ഒരൊറ്റ കൊല്ലം കൊണ്ട് ശിവ കൺസ്ട്രക്ഷൻസിനെ നമുക്ക് ഔട്ടാക്കണം. അതിമോഹം വേണ്ട. ചക്രം ചവിട്ടേണ്ടി വരും. മറ്റൊരാളെ തകർക്കണമെന്നില്ല നമുക്ക് നന്നാവാൻ. എന്തൊക്കെയായാലും ഈ സിറ്റിയിൽ നിങ്ങൾക്കൊരു അഡ്രസ് ഉണ്ടാക്കി തന്നത് ആ സ്ഥാപനമാണ്. അത് ഓർമ്മ വേണം. അതൊരിക്കലും മറക്കില്ല ബാലമാമ. വന്ന വഴിയാണത്. പക്ഷേ എൻ്റെ മനസ്സിലൊരു ആശങ്കയുണ്ട്. അഴിമതി ആരോപണത്തിൻ്റെ പേരിൽ കമ്പനിയിൽ നിന്ന് പുറത്തായവരാ ഞങ്ങൾ 3 പേരും. അതേ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നൊരു കമ്പനിക്ക് ക്രെഡിബിലിറ്റി ഉണ്ടാവുമോ? കസ്റ്റമേഴ്സ് ഞങ്ങളെ വിശ്വസിക്കുമോ? വർക്കാണ് തെളിവ്. നിങ്ങളുടെ വർക്ക് ഒന്നാന്തരമാണെന്ന് നിങ്ങൾ പ്രൂവ് ചെയ്ത് നോക്ക്. സംശയിച്ചു നിന്നവരും നിങ്ങളുടെ കമ്പനി മുറ്റത്തുണ്ടാവും ക്യൂ ആയിട്ട്. തൽക്കാലം ആവശ്യമില്ലാത്ത ആശങ്കകളൊന്നും വേണ്ട. നമുക്കുടനെ ഒരു സിറ്റിംഗ് ആവാം, ഈ ആഴ്ച തന്നെ. ഓക്കെ ഓക്കെ ജെയിംസ്. ശരി ശരി സാർ, പോവാം. ശരി. ഇങ്ങനെ വിശാല ഹൃദയനായ ഒരു അങ്കിൾ ഉണ്ടെങ്കിൽ ഞാൻ ഒരേ സമയം 10 കമ്പനികൾ തുടങ്ങിയേനെ. അതാണ് നിനക്ക് അങ്കിളേ ഇല്ലാതെ പോയത്. അതുപോട്ടെ, സന്തോഷ വർത്തമാനങ്ങൾ ഇങ്ങനെ നമ്മൾ മാത്രം അറിഞ്ഞ് ആസ്വദിച്ചാൽ മതിയോ? ഇതറിയേണ്ട ഒരു VIP ഇല്ലേ? സർക്കാർ ചെലവിൽ സുഖമായി കഴിയുന്ന നമ്മുടെ ഗോഡ് ഫാദർ റാംമോഹന്റെ കാര്യമാണോ? പിന്നെ അല്ലാതെ. ഞാനത് അങ്ങോട്ട് പറയാൻ തുടങ്ങുമായിരുന്നു. അദ്ദേഹത്തെ ഉടൻ തന്നെ കാണണം. കാലിൽ തൊട്ട് വന്നിച്ച് അനുഗ്രഹവും വാങ്ങണം. ജാമ്യം കിട്ടാത്തതുകൊണ്ട് സബ് ജയിലിൽ തന്നെ വിശ്രമിക്കുന്നുണ്ടാവും ആ മഹാൻ. ദെൻ ചലോ സബ് ജയിൽ. ഓക്കെ. അങ്ങേ കുറെ കൂടി മുമ്പേ വന്ന് കാണണമെന്നുണ്ടായിരുന്നു. ചില തിരക്കുകൾ കാരണം കഴിഞ്ഞില്ല. സോറി. പരിഹസിക്കാനാവും ഈ വിസിറ്റ്? ഒരിക്കലുമല്ല, നന്ദി പറയാനാണ്. ഒരുപാട് വിദ്യകളും അടവുകളും തന്ത്രങ്ങളും അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ലേ? ഒടുവിൽ അതേ അടവുകൾ ഞങ്ങൾക്കെതിരെയും പ്രയോഗിച്ച് ഞങ്ങളെ കമ്പനിയിൽ നിന്ന് ഔട്ടാക്കിയില്ലേ? നന്ദി പറയാതിരിക്കാനാവൂ? എടോ നമ്പൂരി, വർത്തമാനം പറയുമ്പോൾ സൂക്ഷിക്കണം. ചേരയെയും മൂർഖനെയും ഒരേ കണ്ണുകൊണ്ട് കാണരുത്. കണ്ടാൽ പിന്നീട് ദുഃഖിക്കേണ്ടി വരും. അത് മറക്കണ്ട. ഹേയ്, മറക്കില്ല. പക്ഷെ ഒരു കൊച്ചു ചോദ്യം ചോദിച്ചോട്ടെ. ഇത്രയും വിഷം മുറ്റിയ മൂർഖനെന്താ ജാമ്യം കിട്ടാത്തത്? അപ്പോ അത്രേ ഉള്ളൂ ഏത് മൂർഖന്റെയും സ്ഥിതി. പിടി വീണാ പിന്നെ ഏത് മൂർഖനും വെറും ചേരയാ. എടോ നമ്പൂരി, വെറുതെ കിടന്ന് അലറണ്ട. ഇത് നമ്മുടെ കമ്പനിയല്ല, ജയിലാ. ആ, ഞാനിപ്പോ വന്നത് ഒരു നല്ല കാര്യം നിന്നെ അറിയിക്കാനാ. എന്താണെന്നോ?
പ്രസാദും നമ്മുടെ കമ്പനിയുമായുള്ള കേസ് സെറ്റിലായി.